കുടജാതിയിൽ കുട ചൂടുന്ന കുടമഞ്ഞു പോലെ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം. ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനന്നൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞു ജസ്റ്റ് കാണിച്ചുകൊണ്ട് പറയുമായിരുന്നെങ്കിൽ, ഐ മീൻസ് വിത്ത് ഇൻഗ്രീഡിയൻസ് വെച്ച് കാണിച്ച് പറയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അപ്പം ഞാൻ അതിൽ പറഞ്ഞ ഓരോ പാക്കുകൾ ഓരോ വട്ടമായിട്ട് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. സോ ഫസ്റ്റ് പാക്ക് വന്നിട്ട് ഞാൻ എൻ്റെ മുടി മൊട്ടടിച്ച് 6 months മുതൽ ഈ നിമിഷം വരെ ഇട്ടിരിക്കുന്ന ഒരുപാട് പാക്കുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ കണ്ടിന്യൂസ്ലി വീക്ക്ലി ഒരു വൺസെങ്കിലും ഞാൻ ഇട്ടിട്ടുള്ള പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയാണ് ഇത്. ഞാൻ പറയുന്നല്ലോ, എനിക്ക് എൻ്റെ തലയിലെ മുടിയിലേക്ക് പറ്റുന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ അത് സെയിം അളവിൽ തന്നെ ചെറുപയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ക്ലാസ്സിലേക്ക്, കാരണം നമ്മൾ ഈ അളന്നെടുക്കുന്ന സമയത്തും വെള്ളത്തിലിട്ട് കുതിരുമ്പോഴും രണ്ടും രണ്ട് വ്യത്യാസത്തിലാണ് നമ്മൾ എടുക്കുക ആക്ച്വലി. മനസ്സിലായോ? കാരണം അത് വീർക്കുമ്പോൾ നമ്മൾ ഇട്ട അളവാവില്ല ചിലപ്പോൾ കിട്ടുക, അതിനും കൂടുതലേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇത് ഞാൻ ഈ സെയിം അളവിൽ തന്നെ ഈ കപ്പിലെ അളവ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇട്ട് വന്നപ്പോൾ ബാലൻസായി കുതിർത്തിയത്. ദെൻ ഉലുവ ഉണ്ടായിരുന്നു കുതിർത്തിയത്, ദെൻ ചെറുപയറുണ്ടായിരുന്നു, പിന്നെ കഞ്ഞിവെള്ളം. എൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നല്ല കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ പിന്നെ ഒരു ജാർ എടുക്കുക, അതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കഞ്ഞിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ദെൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഈ അളവിലുള്ള പേസ്റ്റാക്കി എടുക്കുക. ഇത്രയും കിട്ടും. ഒരുപാട് പ്ലിക്കി പേസ്റ്റായി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീർപ്പിൽ ഈരി കളയുമ്പോൾ വരെ പോവില്ല. അതാണ് ഇത്. ഞാനിപ്പോൾ കഷ്ടപ്പെട്ടേനെ, കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇന്ന് എനിക്കിനി വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പം പിന്നെ അപ്പോഴേക്കും പിന്നെ കറണ്ട് വന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടാലോ എന്ന് വിചാരിച്ചു. സോ ഇതാണ് പാക്ക് വന്നിട്ട്. ഇത് എൻ്റെ തലയ്ക്കുള്ള പാക്കാണ്. സോ ഞാൻ അത്യാവശ്യം പിന്നെ നല്ല കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ എന്തിൻ്റെയെന്നൊക്കെ പറയുക, നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങനെ കുഴ ആവണ്ട, ഇച്ചിരി ഇങ്ങനെ സ്റ്റിക്കി ഒക്കെ ആവണം അങ്ങനെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം. പിന്നെ നേന്ത്രപ്പഴം ഇല്ലേ, നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴം അരച്ച് ചേർക്കാം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. മുട്ടയുടെ വെള്ളം ചേർക്കാം, നേന്ത്രപ്പഴം അരച്ച് ചേർക്കാം. പിന്നെ ചിലർ ആൽമണ്ട് ഓയിൽ ചേർക്കാം, ചിലർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഞാനിതിലൊന്നും ചെയ്യണില്ല ആക്ച്വലി. ഞാനിതിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിയാണ് ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് കിച്ചിയാണ്. സോ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി നല്ല പുളിച്ച കഞ്ഞിവെള്ളമല്ലേ. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി കോൾഡ് മാറിയിട്ടില്ല. അപ്പോൾ ഓണൊക്കെ അല്ലേ, നമുക്ക് വാങ്ങുന്നുണ്ടേ, ഓണം ആഘോഷിക്കണ്ടേ. അപ്പം ഞാൻ കിടപ്പിലായാലോ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കഞ്ഞിവെള്ളം മീൻസ് കട്ടിയായ കഞ്ഞിവെള്ളം ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കുറച്ചും കൂടിയും കഞ്ഞിവെള്ളം, ഇന്നത്തെ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണ്ട. എനിക്ക് കോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലങ്ങനെ വെച്ചത്. ആക്ച്വലി ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ചത് നല്ല കട്ടി കഞ്ഞിവെള്ളം കിട്ടും, വെള്ളം ഒഴിച്ച് ഊറ്റാത്തത്. അതാണ് ബെറ്റർ. നല്ല അടിപൊളിയാണ് ആ സാധനം. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ എന്നെ നോക്കിക്കോ, നിങ്ങൾ പൊള്ളിക്കും. സൂപ്പർ നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. ജസ്റ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല, ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് ഒരു ഇന്നിട്ടിട്ട് നാളേക്ക് മുടി വളരുന്നെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിട്ടിട്ട് ഒരു 2 weeks നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടിക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് പറയൂ. നിങ്ങൾ എൻ്റെ കമൻസിൽ വന്ന് നല്ല ആട്ടാട്ടിക്കോ. ഐ ഡോണ്ട് കെയർ കമൻസിൻ്റെ കാര്യം, ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. സ്റ്റാർട്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. കാർക്കൂന്തൽ ഞാൻ 2 ദിവസമായിട്ട് ഹെയർ കഴുകിയിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇത് ഞാൻ
കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടീഷണർ ഇട്ട് കഴുകിയ തലയുടെ കോലമാണിത്. സോ ഇതിലേക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മീൻസ് പാക്ക് ഇടുന്നേക്കാൾ മുൻകൂട്ടി വേണമെങ്കിൽ ഓട്ടിയിൽ മാത്രം, നോട്ട് ഹെയർ, ഓട്ടിയിൽ മാത്രം വേണമെങ്കിൽ കുറച്ച് ആൽമണ്ട് ഓയിലോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ അങ്ങനെ, അല്ലെങ്കിൽ വെറുതെ പച്ച വെളിച്ചെണ്ണയോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓട്ടിയിൽ മാത്രം വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. ബിക്കോസ് ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് പാക്കാണ്. സോ നമുക്ക് നോക്കാം. ഞാൻ ചാവുമാവോ, ബിക്കോസ് എനിക്കിത് ഉലുവ തണുപ്പാണ്, ദെൻ ചെറുപയർ തണുപ്പാണ്, ദെൻ കഞ്ഞിവെള്ളം തണുപ്പാണ്. സോ സൂപ്പറായിരിക്കും എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം ഞാനത് ചെയ്യണ്ടേ. സോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മൾ തേച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി വന്നിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കണ്ടല്ലോ അല്ലേ. ഇതാണ് കൺസിസ്റ്റൻസി. സോ നമുക്ക് തേച്ച് തുടങ്ങാം. ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ അടുക്കളയുടെ പിൻവശത്ത് വന്നിട്ടാണ് തേക്കുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഓരോയിലെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തേക്കാൻ തോന്നി അതേപോലെ ചെയ്യാട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് തേക്കും, എന്നിട്ട് ബാക്കോട്ട് പൊത്താണ് ചെയ്യുക. ആക്ച്വലി ഇങ്ങനെ തേക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ പാക്ക് കണ്ടോ, അതിൻ്റെ ഗ്രാജുവൽസ് കാണുന്നുണ്ടോ, അതേപോലെ ആവണം. ആക്ച്വലി നിങ്ങൾക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം. എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം ഇങ്ങനെയാണ് കുറച്ചും കൂടിയും എനിക്കിഷ്ടം. സോ ഞാൻ തല മൊത്തം തേച്ച് കഴിഞ്ഞിട്ട് കാണാം. ആക്ച്വലി എൻ്റെ മുടിയിൽ നിറയെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി വീണ്ടും ഇത് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു വട്ടം പാക്ക് വന്നിട്ട് ബാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പൊത്തി വെക്കാം കേട്ടോ. ഞാൻ നന്നായി പൊത്തി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ കഴുകി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഹെയർ എത്രത്തോളം മീൻസ് മാറിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇൻസ്റ്റൻ്റായിട്ട് നല്ല സ്മൂത്താവും. നമ്മൾ കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുടി സ്മൂത്താവില്ലേ, അതേപോലെ സ്മൂത്താവും. നിങ്ങൾ ചെവിയിലൊന്നും വെച്ച് തേക്കരുത്, ചെവിയുടെ ഉള്ളിലേക്ക് കേട്ടോ. പുറത്ത് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായി കഴുകി കളയാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ബിക്കോസ് നല്ല വെള്ളം വേണം, ഇഷ്ടം പോലെ വെള്ളം വേണം. പിന്നെ വീക്കിലി വൺസൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ വരുന്നില്ല. നല്ല കുളത്തിലൊക്കെ പോയി കുളിച്ചു. ഓ മൈ ഗോഡ്. ഇവിടെ ഞാൻ ഈ ക്യാമറയിൽ ആവുന്നൊരു പേര് ഞാൻ ബാക്കിൽ വെച്ചതാണ്. ജസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, മറ്റേ ഷവർ ക്യാപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് വെക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറായി മതി, ആയിട്ട് വെച്ചാൽ മതി. കുറച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സംസാരിക്കാം. അതൊക്കെ വരുന്നുണ്ട്, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിങ്ങനെ വെക്കും. ഇതിപ്പോൾ നമുക്ക് ഈ തുണി ഇങ്ങനെ വെക്കുന്നതിന് പകരം നമുക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ മുടിയല്ല കേട്ടോ, മുടി ഇന്നലെ ഇടരുത്. മറ്റേ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഇതേപോലത്തെ നല്ല കട്ടിട്ടറക്കി, തോർത്താവരുത്, കട്ടിട്ടറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ആ ചൂടോടുകൂടി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട്, വെള്ളം ഉണ്ടാവരുത് പക്ഷേ തുണിയിൽ ചൂടുണ്ടാവണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്ത് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. നല്ല രസമായിരിക്കും. നമുക്ക് രാത്രിയൊക്കെ നല്ല ഉറക്കം കിട്ടും. ഉറക്കക്കുറവുള്ളവർക്ക്, അതിനൊപ്പം തന്നെ ഹെഡ് ഏക്ക് ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ നീരിറങ്ങണതിനൊക്കെ അത്യാവശ്യം നല്ല കുറവുണ്ടോ. സോ ഇതാണ് വന്നിട്ട് പാക്ക് വന്നിട്ട് നമുക്ക് എനിക്ക് ഭയങ്കര ഞാനിതിങ്ങനെ പെട്ടെന്ന് ഇത് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആക്ച്വലി. കാരണം ഞാൻ വിചാരിച്ചത് തൃശ്ശൂരിന് പോകണമല്ലോ, തൃശ്ശൂരൊക്കെ പോയി തിരിച്ച് വന്നിട്ട് ഈ പാക്ക് ഇടാൻ പറ്റും. ഇത് ഉണ്ണിയേട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ആക്ച്വലി ഉണ്ണിയേട്ടൻ്റെ ഡ്രസ്സാണ്.
അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. എനിക്ക് ഈ മാമ്പഴം മഞ്ഞ കളർ നല്ല ഇഷ്ടമാണ് ആക്ച്വലി. ഞാൻ സുന്ദരിയല്ലേ, എനിക്ക് ചേരുന്നില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുർത്ത. പക്ഷെ കുർത്തയല്ല, ഈ ടീഷർട്ട്. സോ ഇതാണ്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ ആയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഈ വീഡിയോ ഉണ്ടല്ലോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക് ആക്ച്വലി? ഓക്കെ, ഇത് അത്യാവശ്യം നല്ല റീച്ചായൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കമൻസിൽ സത്യം പറഞ്ഞാൽ നിങ്ങളെന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കത് കൊള്ളണം എന്ന് വിചാരിച്ചിട്ട് ഇട്ട കമൻസ് ആണെങ്കിൽ പോലും ആക്ച്വലി കുറേ നാൾക്ക് ശേഷം ഞാൻ ഒരുപാട് ചിരിച്ചു. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ചിരിയവരുണ്ട്. ഫസ്റ്റത്തെ കമൻറ്റൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മേ, മീൻസ് എനിക്ക് അങ്ങനെ വലിയ ഭീകര കമൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാൻ ഫസ്റ്റത്തെ കമൻറ്റ് വന്നപ്പോൾ ഈശ്വര, മീൻസ് ഇതേപോലത്തെ ഒരു വ്ളോഗ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവമേ ഞാൻ വിചാരിച്ചു തീർന്ന്, ഇന്ന് മൊത്തം അങ്ങനെ തന്നെയായിരിക്കും വെച്ചു. പക്ഷെ പിന്നത്തെ കമൻറ്റ് വന്നപ്പോൾ എനിക്കങ്ങനെ ചിരിയാണ്ട്. എനിക്കറിയില്ല, മീൻസ് എനിക്ക് എൻ്റെ വീഡിയോ കണ്ട അവർ നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, അത് ആലോചിച്ചിട്ടാണ് കേട്ടോ. മീൻസ് ആരും കളിയാക്കി പറയണമെന്നില്ല. ഞാൻ മീൻസ് ആ ഒരു ചേട്ടനല്ല, സുശീല സത്യൻ 37 പറഞ്ഞൊക്കെ കൊടുങ്കാറ്റ് അവസാനിച്ചു. ഐ വാസ് ലൈക്ക്, എനിക്ക് ഞാൻ ആലോചിക്കുക, ചേച്ചി പാവം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക, എനിക്കറിയില്ല. പിന്നെ കുറച്ച് പേരൊക്കെ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മീൻസ് നന്നായി വിശദീകരിച്ചെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് ഇട്ട ആൾക്കാരുണ്ട്. ദെൻ അതിഥി ടി അവൾ ഇട്ടൊക്കെയാണ്, അവളോ അവനോ എനിക്കറിയാം വാട്ടാവുക. കറുത്ത ചേച്ചിക്ക് എങ്ങനെയാണ് വെളുത്ത കൊച്ചുണ്ടായത്? ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. യു ആർ സോ ക്യൂട്ട്. എനിക്കതിന് എന്താ ഞാൻ റിപ്ലൈ കൊടുക്കുക, എനിക്കറിയില്ല. കറുത്ത ചേച്ചിക്ക് എങ്ങനെയാണ് വെളുത്ത കുട്ടി ഉണ്ടായത്? ആ പ്രോസസ്സിങ് ആണോ മോള് ചോദിക്കുന്നത്? പ്രോസസ്സിങ് ആണ് എന്നുണ്ടെങ്കിൽ മീൻസ് ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ അതൊരു നൈസ്ലി ഒരു ബോഡി ഷെയ്മിങ് ആണ്. എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് പിന്നെ നാണമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആരാ എന്നെ അങ്ങനത്തെ പറഞ്ഞാൽ ഡസൻ കെയർ അബൌട്ട് ഇറ്റ് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ. എക്സാക്ട്ലി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. എനിക്ക് പ്രശ്നമില്ല അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കണമെന്നുള്ള അങ്ങനെ നോക്കി നടന്നിരുന്ന ഒരു കാലത്തുനിന്ന് ഒരുപാട് മുന്നോട്ട് പോകുന്നു ഞാൻ. അതുകൊണ്ട് അതെനിക്ക് എഫക്റ്റ് ചെയ്യേയില്ല ആക്ച്വലി. മീൻസ് ഇനി കമൻറ്റ് ഇടുന്നവർക്കും കമൻറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നവർക്കും കമൻറ്റ് ഇട്ടവർക്കുമുള്ള മറുപടിയാണ് ഗൈസ്. സോ കറുത്ത ചേച്ചിക്ക് എങ്ങനെയാണ് വെളുത്ത കൊച്ചുണ്ടായതെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് എൻ്റെ ഹസ്ബൻഡ് നല്ല വെളുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. മീൻസ് കറുത്ത ചേച്ചിക്ക് എങ്ങനെയാണ് വെളുത്ത കൊച്ചുണ്ടായെന്ന് ഊഹിക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ പ്രോസസ്സിങ് ആണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കുഞ്ഞേ. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ജസ്റ്റ് ഗൂഗിൾഡ് കിട്ടും. എല്ലാം ഗൂഗിളല്ലേ ഇപ്പോൾ, ചോദിക്കുക ആൻസർ കിട്ടും. ദെൻ അതായല്ലോ. ദെൻ ഒരു ചേച്ചി പറഞ്ഞു ഈ പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ മീൻസ് കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എക്സാക്ട്ലി ശരിയാണ് കേട്ടോ. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, പഴമോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ പകരം കോക്കനട്ട് മിൽക്ക് ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഹെയർ മീൻസ് എൻ്റെ ഹെയർ എനിക്കത് നന്നായി തോന്നിയിട്ടില്ല. നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അതിന് മുമ്പേ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തേക്കും ഓട്ടിയിൽ. അപ്പോൾ അത് ഒരുപാട് മീൻസ് പറഞ്ഞു പോകണമല്ലോ. അപ്പം അതുകൊണ്ടില്ല. പിന്നെ ഷാമ്പൂ ഇടണ്ടെന്ന് പറഞ്ഞു. ഈ സാധനത്തിന് ഷാമ്പൂ ഇട്ടില്ലെങ്കിൽ പണിയിട്ടിൻ്റെ കിട്ടും. കാരണം ഇത് പറഞ്ഞു പോവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കുളത്തിലോ അങ്ങനെയുള്ളടത്ത് വെള്ളമായിരിക്കാം കുളിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഇതൊരു ഷാമ്പൂ എഫക്റ്റ് ഉള്ള സാധനമാണ്. കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുളിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷേ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ട് മേ ബി ചിലപ്പോൾ ഇച്ചിരി ഇന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു കൈൻഡ് ഓഫ് സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷാമ്പൂ വാഷ് ഭയങ്കര പതപ്പിച്ച് കളണമെന്നല്ല, ഷാമ്പൂ വാഷ് ചെയ്ത് ആ സ്മെല്ലൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷാമ്പൂ ഇടാൻ പറഞ്ഞത് കേട്ടോ. ആ ചേച്ചി നല്ല അഭിപ്രായം. എനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചിയുടെ. മീൻസ് അങ്ങനെ പറഞ്ഞല്ലോ ഉപയോഗിച്ചപ്പോൾ ഞാൻ ആരെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും അത് നല്ലത്. പിന്നെ ഒരുപാട് പേര് കൊണ്ട് ഇത്ര വലിച്ചു നീട്ടണോ? ആക്ച്വലി ഞാൻ നല്ല എന്താ പറയുക, ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് വിശദമായി പറഞ്ഞാൽ തന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്കറിയാം അത് ഭയങ്കര ലാഗായിട്ടുണ്ട് എന്ന് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കത് മൊത്തം പറയണ്ടേ. അത് എവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുക, ഇത് ഭാഗം കട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ ഈ ട്രൈ ചെയ്യാം സംസാരമൊക്കെ ഒന്ന്. ഇതിന് 10-40 മിനിറ്റ് പോകാമോ തമ്പുരാൻ അറിയും. പിന്നെ എന്ത് കാര്യത്തിന് ഇങ്ങനെ വെറുപ്പിക്കുന്നു? എന്തിനാടാ പിന്നെ എന്തിനാ മുത്തേ ഞാൻ ജീവിച്ചിരിക്കുന്നേ എന്ന് പറയണ പോലെ.
ഡാൻസ് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. അത് ആര് ചോദിച്ചാലും ഞാൻ അതിൽ ഡാൻസ് ചെയ്തിട്ടില്ല. അതിൽ ഡാൻസ് കാണാത്തതുകൊണ്ടാവും കുഞ്ഞാറ്റകളെ. ദെൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ദെൻ എനിക്ക് ഭയങ്കര കുറേ ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നി. ബിക്കോസ് നെഗറ്റീവ് ആണെങ്കിൽ പോലും അല്ലേ, നല്ലതല്ലേ? സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവണം. സോ നമുക്ക് വാഷ് ചെയ്യാം. കുളിസീൻ പിടിക്കാം ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ തല കെട്ടി സെറ്റാക്കിയേക്കാണ്. അപ്പോൾ ഈ സൈഡിലും നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവട്ടെ, അത് മേല് കുളിക്കുമ്പോഴേ പോവുള്ളൂ. അതൊക്കെ പിന്നെ നിങ്ങൾ ഈ ഓഫീസിൽ പോണ സമയത്ത്, കോളേജിൽ പോണ സമയത്ത് ഒന്നും ഇത് ഇട്ടിട്ട് പോകരുത്. നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും വീക്കെൻഡിലോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആ ദിവസങ്ങളിലൊക്കെ ചെയ്യാവുള്ളൂ ഇത്. അതല്ലാണ്ട് ചെയ്യരുത്. പിന്നെ തലേന്ന് പോകാൻ ഒത്തിരി പ്രയാസമായിരിക്കും. അപ്പം ഞാൻ കെട്ടി വെച്ചിട്ടൊരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം മുടി വാവ്, യെസ്, ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നോക്കുക, കണ്ടോ? കുറച്ചേരം കൂടി ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം. ഞാൻ എപ്പോഴും വേണം വീട്ടിൽ നിൽക്കണ സമയത്തൊക്കെ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. എവിടേക്കെങ്കിലും പോണ സമയത്തൊന്നും ചെയ്യരുത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ എവിടേക്കും പോകുന്നൊരു സിറ്റുവേഷൻ ഇല്ല, അതുകൊണ്ട് ചെയ്തതാണ്. സോ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ വാഷ് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഹെയർ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. ദിസ് ഈസ് ദ റിസൾട്ട് ഗൈസ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്കുക. എന്തായാലും ദിസ് ഇസ് സൂപ്പർ ആയിട്ടില്ലേ. പിന്നെ ഹെയർ കാണാൻ പറ്റുമെന്നാണൊരു വിശ്വാസം നിങ്ങൾക്ക്. കണ്ടോ, ഡ്രൈ ഒന്നും ആവില്ല. ബിക്കോസ് ഇതിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതുള്ളതുകൊണ്ട് കേട്ടോ. പക്ഷേ ഈ സാധനമൊക്കെ ഉണ്ട്, മറ്റേ എന്താ പറയുക, ഉലുവയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ റിസൾട്ട് വന്നിട്ട്. ഇത് ഒന്നുമില്ല, ഇതിൽ കുറേ ഇനിയും മറ്റേ കണ്ടോ ആ സാധനങ്ങൾ ഉണ്ടാവും. അത് ജസ്റ്റ് കോംബ് ചെയ്യുമ്പോൾ പോകുന്നതാണ്. ഫുള്ളായിട്ട് അങ്ങനെ പോവില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് വീക്കെൻഡിലൊക്കെ. സോ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെക്കണോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റ് ഇടേഴ്സ്, എനിക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന കമൻറ്റ്സ് ഇടാം. സോ അപ്പോൾ നമുക്ക് വീഡിയോ ക്ലോസ് ഔട്ട് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് ഒരു പാക്ക് വരുന്നവരെ